ജാതകം കൊടുത്തു. ജാതകം? ഓ ജാതകം. ഈശ്വരാ ഓക്കെ. ഇതെന്തിനാ എനിക്ക് തന്നാ? അല്ല, സാധാരണ ജാതകം ചോദിക്കുമല്ലോ, അതൊരു കീഴ്വഴക്കാണല്ലോ, അതുകൊണ്ട് തന്നാണ്. അല്ല എന്തിനാ വന്നാ? സമയം ശരിയല്ലേ ജോത്സരെ? അതാ ക്ലോക്കിലെ ബാറ്ററി പറ്റിയാ പോരെ. ഓ എന്ത് പെട്ടെന്ന് പരിഹരിച്ചില്ലേ പോയാലാ? അപ്പ അങ്ങനെയൊന്നും അല്ല, ആശം ഫുള്ളും പറയട്ടെ. ജോത്സരെ സമയദോഷത്തിന്റെ കാര്യം പറഞ്ഞാണ്. ഇവനൊരു സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഒരു സന്യാസി ഇവന്റെ മുഖം കണ്ടിട്ട് പറഞ്ഞ് സമയദോഷമുണ്ട്, ജോത്സരെ ഒന്ന് കാണാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്. സമയദോഷമുള്ള പ്രശ്നം എന്റെയും പ്രശ്നമൊക്കെ തന്നെയാണ്. ആ ഞാൻ ഈ ജാതകം നോക്കട്ടെ. ഇതാരുടെ ഈ ജാതകം? ഞങ്ങളുടെ 3 ഉണ്ട്. ഓ 3 പേരുണ്ടല്ലേ. അല്ല ഈ ഫസ്റ്റ് ആരുടെ ജാതകം? കഴിഞ്ഞ ജന്മത്തിലാണ് കുറച്ച് പ്രശ്നം. അല്ല മോള് നല്ല ജാതകം, സൂപ്പറാണ്. ഹോ ഇവരുടെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ ഇയാളുടെ മോനായിരുന്നു. ആണോ? അയ്യോടാ, അതിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ആ പരത്തി നോക്കട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞേനോ. ഇത് സൂര്യൻ, ഇത് ബുധൻ, ഇത് വ്യാഴം, ഇത് വെള്ളി. ശനി ഇല്ലട്ടോ, നിങ്ങൾക്ക് ദശയില്ല. അല്ല ശനി ദശയില്ല. ഈ ജോത്സ്യന് നല്ല പ്രായം കുറവാണല്ലോ. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വെളിപ്പാട് കിട്ടിയ മനുഷ്യനാണ്. വെളിപ്പാടാ? അപ്പൊ ഈ സിദ്ധികൾ നാനിയാണ്. ഓ കണ്ടോ, അച്ഛനും മകൻ തെറ്റി പിരിഞ്ഞു. പ്രശ്നമൊന്നും വേർന്ന്. അപ്പൊ ഈ കുതിരയാണോ പ്രശ്നം? കുതിര അപ്പൊ തൊണ്ട കുരിപ്പുകളാണ്, ക്രിമികടി കൂടുതലാണ്. നടന്നു നിങ്ങൾ പറ. ഞാനാ പറയണ്ടല്ലേ. നല്ല ജോത്സ്യരെ പരിഹാരം ഒന്നുമില്ലേ? പരിഹാരം ഒന്നേ ഉള്ളൂ, മകൻ പറയുന്ന കാര്യങ്ങൾ അവർ സാധിച്ചു കൊടുക്ക. എന്ത് ചെയ്യണം, എല്ലാം ദൈവത്തിന്റെ വിധി. അതിപ്പോ എന്താണെങ്കിലും പൊക്കോളുക. ശരി എന്നാ. അല്ല അങ്ങനെയൊക്കെ പോയാലോ? ഒരു കാര്യം മറന്നുപോയല്ലോ, ജോത്സ്യനുള്ളത് ഗൂഗിൾ പേയിൽ ഇട്ടേക്കാം. ഓ സന്തോഷമായി. ശരി എന്നാ, പ്രാർത്ഥിക്കാട്ടോ. അപ്പേ അപ്പൊ കാടിയിരുന്നോ? ഈ ഒരു കോള് കണ്ട് അറ്റൻഡ് ശരി ശരി. ഹലോ ചേട്ടാ. എടാ ചെറുക്കാം, മര്യാദ ഉച്ചക്കുമ്പ് കാശ് എത്തിച്ചോട്ടാ. കാശ് ഞാൻ ഗൂഗിൾ പേയിൽ ഇട്ടാക്കാം. ഓ ഗൂഗിൾ പേ. ശരി. അറിയാലോ, എത്തിച്ചില്ലെങ്കിൽ സ്വഭാവം മാറും എൻ്റെ.